ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അരക്കപ്പ് പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ലഡുവിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി കശുവണ്ടി മതി. ഇതിൻ്റെ കൂടെ ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്താലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഒരു ചെറിയ പിടി ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്താലും ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് നമുക്ക് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടി നന്നായിട്ട് മൂത്ത് നിറം മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത റവയാണ് വേണ്ടത്. അതുപോലെ ചിലർ ഈ റവ ലഡു ഉണ്ടാക്കുമ്പം റവയൊന്ന് പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തരിയുള്ള റവയാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ റവ വാങ്ങിക്കുമ്പോൾ സാധാരണയെക്കാളും കുറച്ചും കൂടി വലിയ തരിയായിട്ട് കാണാറുണ്ട്. അങ്ങനത്തെ റവയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. 1-2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈ നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. നെയ്യിൽ കിടന്ന് റവ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരും. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ റവ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ നിങ്ങൾ ചിരകി എടുത്ത് കഴിയുമ്പം ചില പീസൊക്കെ കുറച്ച് വലുതായിട്ട് കിടക്കുന്നതായിട്ട് തോന്നിയാൽ അത് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരു തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടും. എനിക്കിവിടെ ഫ്രോസൺ തേങ്ങയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്ക് വലിയ വലിയ പീസൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ആ തേങ്ങയും നന്നായിട്ട് മൂത്ത ഒരു മണം വരും. തേങ്ങയുടെ നിറം ഒന്നും മാറാൻ പാടില്ല. നല്ലൊരു മണം വന്നാൽ മതി. അതുപോലെ ഞാനിവിടെ പാല് ഏറ്റവും ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് തിളച്ച് വരാൻ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാൽ അതിന് ശേഷം മൂടി തന്നെ വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പാട കെട്ടും. അപ്പോൾ തേങ്ങയും റവയും കൂടി നന്നായിട്ട് നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ച് കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര അലിയേണ്ട ആവശ്യമില്ല. എല്ലാം പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇങ്ങനെ തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ പഞ്ചസാര അലിഞ്ഞിട്ട് അതങ്ങ് ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് ഏലക്കാപ്പൊടിയൊന്നും ഇല്ലാതെ റവയുടെ ടേസ്റ്റ് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. പക്ഷെ അതിൻ്റെ അളവ് കൂടി പോകാതെ നോക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് അങ്ങനെ ഏലക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. റവയും നെയ്യും തേങ്ങയും കൂടെ ഉള്ള ഫ്ലേവറാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ആ ചൂട് മാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ റവ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുക്കരുത്. ചെറിയൊരു ചൂടുണ്ടാവണം. ഇതിലേക്ക് നമുക്കിനി പാലൊഴിച്ച് ഉരുട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞളിട്ട് തിളപ്പിച്ച് വെച്ച പാലാണിത്. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് റവയിലോട്ട് ഒഴിക്കേണ്ടത്. ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിക്കരുത്. കുറച്ചേ ഒഴിക്കാവുള്ളൂ. കാരണം ചെറിയ ചൂട് പാൽ ഒഴിക്കുമ്പം ഈ റവയിൽ കിടക്കുന്ന പഞ്ചസാര പെട്ടെന്ന് അലിയും. എന്നിട്ട് അതങ്ങ് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് പാലായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് ഒത്തിരി ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ തന്നെ ഇത് ആവശ്യത്തിന് കുതിർന്നിട്ടുണ്ട്.
ബാക്കിയുള്ള പാല് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഇത് എപ്പോഴെങ്കിലും നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് ഡ്രൈ ആയി പോകുന്നെന്ന് തോന്നിയാൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇത് നല്ലതായിട്ട് അമർത്തി പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റവ ഇങ്ങനെ പൊടിഞ്ഞു പോവില്ലെന്ന് തോന്നും, പക്ഷെ അങ്ങനെ പോകത്തില്ല. ആ ഷേപ്പിന് തന്നെ ഇരിക്കും. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റായിരിക്കുന്നത് കൊണ്ടാണ് ലഡുവും സോഫ്റ്റായി തോന്നുന്നത്. നമ്മളിതൊരു 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് പഞ്ചസാര കട്ടിയായിട്ട് ലഡു ആവശ്യത്തിന് കട്ടിയായി കിട്ടും. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കരുത് കേട്ടോ. കുറച്ച് സമയം കഴിയണം, ഒരു 1 മണിക്കൂർ എന്തായാലും കഴിയണം. അപ്പോഴേക്കും അത് നല്ലതായിട്ട് തണുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ലഡു തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.